അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അൽ ഹയ്യുൽ ഖയ്യൂം. അൽ ഹയ്യ്, അല്ലാഹു അവൻ ആരാണ്? അൽ ഹയ്യാൻ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. വളരെ വിശാലമായ അർത്ഥമുള്ള വാക്കാണത്. അൽ ഹയ്യ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല യാതൊരു ന്യൂനതകളുമില്ലാത്ത, യാതൊരു കുറവുകളുമില്ലാത്ത, സർവ പൂർണ്ണതകളും അടങ്ങിയ ജീവിതമുള്ളവനാണ്. അവൻ്റെ ഹയാത്ത് പരിപൂർണമാണ്. അവൻ്റെ ഹയാത്ത് പരിപൂർണമാണ്. നമുക്ക് പലർക്കും ഹയാത്തുണ്ട്. എന്താ നമ്മുടെ ഹയാത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്ന്, നമ്മുടെ ഹയാത്ത് അത് തുടക്കമില്ലാതെ ആരംഭിച്ചതാണ്. ഹൽ അതാ അലൽ ഇൻസാനി ഹീനുൻ മിനദ് ദഹർ ലം യകുൻ ഷൈഅൻ മദ്കൂറ. മനുഷ്യനൊരു കാലം വന്നിട്ടില്ലേ, അവൻ ഒന്നുമല്ലാതിരുന്നൊരു കാലം. അവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അവരുടെ പേരുകൾ, നിങ്ങൾ ജനിക്കുന്നതിന് മുൻപ് ആ പേരിൽ ഒരു മനുഷ്യനില്ല. അങ്ങനെ ഒരാളെക്കുറിച്ച് ഒരാളും ചിന്തിക്കുന്നില്ല. അവൻ്റെ മാതാപിതാക്കൾ പോലും ആലോചിക്കുന്നില്ല. പിന്നീട് ഇല്ലായ്മയിൽ നിന്ന് നീ ഉണ്ടായതാണ്. ഇത് നമ്മുടെ ജീവിതത്തിനുള്ള ന്യൂനതകൾ, കുറവുകളിൽപ്പെട്ട മഖ്ലൂക്കുകളാണ്, സൃഷ്ടികളാണ്. അല്ലാഹു ആകട്ടെ അൽ അവ്വൽ അല്ലദി ലൈസ ഖബ്ലഹു ഷൈ. അവൻ ആരംഭമില്ലാതെ എന്നേ ഉള്ളവനാണ്, തുടക്കമില്ലാത്തവനാണ്, എന്നേ ഉള്ളവനാണ്, അനന്തമായ ആരംഭമുള്ളവനാണ്. നീ ചിന്തിച്ചു നോക്കൂ, നിൻ്റെ ഹൃദയത്തിൽ, നിൻ്റെ ബുദ്ധിയിൽ ഒരിക്കലും ആരംഭമില്ലാതെ ഒരു കാര്യം നിനക്ക് ചിന്തിക്കുക സാധ്യമല്ല. മനുഷ്യന് എന്ത് കാര്യവും ചിന്തിക്കണമെങ്കിൽ തുടക്കം വേണം. അതുപോലെ തന്നെ അവൻ്റെ ഹയാത്ത് അത് അവസാനിക്കുന്നതല്ല. അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അവൻ ഒരിക്കലും അവൻ്റെ ഹയാത്തിന് അവസാനമില്ല. ചില ആളുകൾ ചോദിക്കുമ്പോൾ സ്വർഗ്ഗക്കാർ അവസാനമില്ലാതെ ജീവിക്കുകയില്ലേ? അതെ, സ്വർഗ്ഗക്കാർ അവസാനമില്ലാതെ ജീവിക്കും. പക്ഷേ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്നതാണ്. അവർക്ക് സ്വയം ഉണ്ടാക്കാൻ കഴിയുന്നതല്ല. അള്ളാഹു നൽകിയത് കൊണ്ട് ലഭിക്കുന്നതാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ ഹയാത്ത് അവൻ ആരെങ്കിലും നൽകിയതല്ല. ലം യലിദ് വലം യൂലദ്. അവൻ ഒരാൾ ജന്മം നൽകിയതല്ല, അതല്ലെങ്കിൽ അവൻ ഒരാളുടെ സന്താനമായി ജനിച്ചതുമല്ല. അതുപോലെ അള്ളാഹുവിൻ്റെ ഹയാത്ത് അതിന് ഒരു കുറവോ ഒരു ന്യൂനതയോ ഒരു അശക്തിയോ ഒരു ദുർബലതയോ സംഭവിക്കുകയില്ല. അത് ഹയാത്തിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഹയാത്തിൻ്റെ പരിപൂർണതയിൽപ്പെട്ടതാണ്. നമുക്കൊക്കെ ഹയാത്തുണ്ട്, പക്ഷെ ഇത് പരിപൂർണമാണോ? അല്ല, ദുർബലതകളുള്ളതാണ്. അസുഖം ബാധിച്ചാൽ ക്ഷീണിക്കുന്നു, ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ തളരുന്നു. അതുപോലെ വാർദ്ധക്യം ബാധിച്ചു കഴിഞ്ഞാൽ അവൻ പലതും ചെയ്യാൻ സാധിക്കാത്തവനാകുന്നു. ചെറിയ കുട്ടിയാകുമ്പോൾ എഴുന്നേറ്റ് നടക്കാൻ കഴിയാതെയാകുന്നു. ഇതൊക്കെ അവന് സംഭവിക്കുന്നത്, ഇതൊക്കെ മനുഷ്യൻ്റെ ഹയാത്തിൽ സംഭവിക്കുന്ന വ്യത്യസ്ത ഘട്ടങ്ങളാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഹയാത്ത് പരിപൂർണമാണ്. ഒരു ചെറിയ ഖുർആൻ അല്ലാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ചതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത്? വമാ മസ്സനാ മിൻ ലൂബ്. ഒരു ക്ഷീണവും നമ്മെ ബാധിച്ചിട്ടില്ല. ആകാശഭൂമികളെ സൃഷ്ടിക്കുക എന്നത് അവന് ഒരു പ്രയാസവുമുള്ള കാര്യമല്ല. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. ഉണ്ടാകൂ എന്ന് പറയേണ്ട താമസം അവനത് പറഞ്ഞാൽ ഉണ്ടാകും. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. അവൻ്റെ ഹയാത്ത് പരിപൂർണമായ ഹയാത്താണ്. അതാണ് അൽ ഹയ്യ് എന്നതിൻ്റെ അർത്ഥം. പൊതുവെ നമ്മൾ അൽ ഹയ്യ് എന്നതിന് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ എന്ന അർത്ഥം പറയുമെങ്കിലും ഈ പറഞ്ഞതെല്ലാം അതിൻ്റെ അർത്ഥത്തിൽപ്പെട്ടതാണ്. അസ്മാഉൽ ഹുസ്ന നിങ്ങൾ ഒരിക്കലും മലയാള പരിഭാഷ വായിച്ചതുകൊണ്ട് നിങ്ങൾക്കതിൻ്റെ ആശയം മനസ്സിലാക്കുക സാധ്യമല്ല. അത് വിശദമായി പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട വിജ്ഞാനങ്ങളിൽപ്പെട്ടതാണ്. അൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു ഹയ്യാൻ, അതോടൊപ്പം അൽ ഖയ്യൂം, അവൻ ഖയ്യൂമാണ്. എന്താണ് ഖയ്യൂം എന്ന് പറഞ്ഞാൽ? തബരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അൽ ഖയ്യൂം ഹുവൽ ഖായിമു ബിദാതിഹി വൽ മുഖീമു ലിഗൈരിഹി. ഖയ്യൂം എന്ന് പറഞ്ഞാൽ അവൻ അൽ ഖായിമു ബിദാതിഹി, അവൻ സ്വയം നിലനിൽക്കുന്നവനാണ്. അവനെ നിലനിർത്താൻ ഒരാളുടെയും സഹായം വേണ്ടതില്ല. അതാണ് ജുഹാലുകൾ, വിവരമില്ലാത്ത ആളുകൾ. അവർ പറയും അള്ളാഹുവിന് അർഷുണ്ട്, അതുപോലെ അള്ളാഹുവിന് കുർസിയുണ്ട്, അർഷിനെ വഹിക്കുന്ന മലക്കുകളുണ്ട്. ചില വിവരമില്ലാത്തവർ അള്ളാഹുവിനെ അവൻ്റെ സൃഷ്ടികളോട് സദൃശ്യപ്പെടുത്തുന്നവർ, അവർ ചിന്തിക്കും ഇതൊക്കെ ഇല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ഇതിൻ്റെയൊക്കെ സഹായം ആവശ്യമുണ്ടോ? ഇല്ല. അള്ളാഹുവിന് ഈ പറഞ്ഞ മലക്കുകളുടെയോ അർഷിൻ്റെയോ കുർസിയിൻ്റെയോ ആവശ്യമില്ല. ഈ പറഞ്ഞ സൃഷ്ടികളെല്ലാം അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ്. അവയെ നിലനിർത്തുന്നത് റബ്ബാണ് സുബ്ഹാനഹു വ തആല. ചില ആളുകൾ ഇസ്തവ അലൽ അർശ്, അള്ളാഹു അർശിൽ ഇസ്തിവ ചെയ്തിരിക്കുന്നു എന്ന് കേട്ടാൽ അവൻ വിചാരിക്കുക മനുഷ്യൻ കസേരയിൽ ഇരിക്കുന്നത് പോലെയാണ് എന്നാണ്. അല്ല, നമ്മൾ കസേരക്ക് ആവശ്യക്കാരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൃഷ്ടികൾക്ക് ആവശ്യക്കാരനല്ല. ലൈസ കമിസ്ലിഹി ഷൈ. അവനെ പോലെ ഒന്നുമില്ല. സൃഷ്ടികൾ അവൻ്റെ മുൻപിൽ ഒന്നുമല്ല. അവ വളരെ ചെറുതാണ്. അല്ലാഹു അക്ബർ, അവൻ എല്ലാത്തിനേക്കാളും വലിയവനാണ്. ഇൻഷാ അല്ലാഹ് ഇതിൽ ആയത്തുകൾ വിശദീകരിക്കുമ്പോൾ അത് നമുക്ക് വരാനുണ്ട്. അൽ ഖായിം ബിദാതിഹി, അവൻ സ്വയം നിലനിൽക്കുന്നവനാണ്. അവന് ഒരാളുടെയും സഹായം വേണ്ടതില്ല. അൻതുമുൽ ഫുഖറാ ഇലല്ലാഹ് വല്ലാഹു അൽ ഗനിയുൽ ഹമീദ്. അല്ലാഹു അവൻ ഗനിയാണ്, എല്ലാത്തിൽ നിന്നും ധന്യതയുള്ളവനാണ്. നിങ്ങളാണ് അല്ലാഹുവിലേക്ക് ആവശ്യക്കാരായിട്ടുള്ള ഫുഖറാക്കൾ, ദരിദ്രർ, ഒന്നുമില്ലാത്തവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിൽ പറഞ്ഞു, അല്ലാഹു പറഞ്ഞിരിക്കുന്നു, യാ ഇബാദി ഇന്നക്കും ജിയാഉൻ ഇല്ല മൻ അത്അംതു ഫസ്തത്ഇമൂനി ഉത്ഇമുക്കും.
എൻ്റെ അടിമകളെ, നിങ്ങളെല്ലാവരും പട്ടിണി കിടക്കുന്നവരാണ്, വിശപ്പുള്ളവരാണ്, ഞാൻ ഭക്ഷിപ്പിക്കാത്തവരൊഴികെ. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഭക്ഷണം ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം നൽകാം. യാ ഇബാദി കുല്ലുക്കും ആർ ഇല്ല മൻ കസൗതുഹു ഫസ്തക്സൂനി അക്സുക്കും. എൻ്റെ അടിമകളെ, നിങ്ങൾ വിവസ്ത്രരാണ്, നിങ്ങൾ എന്നോട് വസ്ത്രം ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് വസ്ത്രം ധരിപ്പിക്കാം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, യാ ഇബാദി ഇന്നകും ലൻ തബ്ലുഗു ദർരി. നിങ്ങൾക്ക് എന്നെ ഉപദ്രവിക്കുക എന്നത് സാധ്യമല്ല, നിങ്ങൾക്ക് എനിക്കൊരു ഉപദ്രവം ഏൽപ്പിക്കാൻ കഴിയില്ല. എന്നിട്ട് അല്ലാഹു പറയാം, ഇന്നകും ലൻ തബ്ലുഗു നഫ്ഇ. നിങ്ങൾക്ക് എനിക്കൊരു ഉപകാരം ചെയ്യാനും സാധിക്കുകയില്ല. നിങ്ങളുടെ ഉപകാരം അള്ളാഹുവിന് ഒരു ഉപകാരം ചെയ്യാൻ ഒരു സൃഷ്ടിക്കും സാധിക്കുകയില്ല. അവൻ സൃഷ്ടികളുടെ ആവശ്യമേ ഇല്ലാത്ത ഖനിയാണ്. ഈ ആയത്ത് നിങ്ങൾ ചിന്തിക്കുക, നന്നായി പഠിക്കുക. അള്ളാഹു ആരാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന ആയത്താണ്. അതുപോലെ തന്നെ ആ ഹദീസിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു പറഞ്ഞിരിക്കുന്നു, യാ ഇബാദി ലൗ അന്ന അവലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും കാനൂ അലാ അത്ഖാ ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും മാ സാദ ദാലിക മിൻ മുൽക്കി ഷൈഅ. എൻ്റെ അടിമകളെ, നിങ്ങളിൽ ആദ്യത്തെ ആൾ മുതൽ അവസാനത്തെ ആൾ വരെ, നിങ്ങളിലെ ജിന്നുകളും മനുഷ്യരും എല്ലാവരും നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ള ഒരാളുടെ ഹൃദയമുള്ളവനായാലും, എല്ലാവരുടെയും ഹൃദയം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം പോലെയാണ് എന്ന് വിചാരിക്കുക. മാ സാദ ദാലിക മിൻ മുൽക്കി ഷൈഅ. എൻ്റെ അധികാരത്തിൽ അത് യാതൊരു വർധനവും ഉണ്ടാക്കുകയില്ല. സുബ്ഹാനല്ലാഹ്. നീ റബ്ബിനെ അനുസരിച്ചതുകൊണ്ട് അള്ളാഹുനൊന്നും ലഭിക്കാനില്ല. അവൻ്റെ അധികാരത്തിൽ ഒരു മാറ്റമില്ല. അവൻ മാലിക്കുൽ മുൽക്കാൻ. നീ അവനെ അനുസരിച്ച് നിനക്ക് നന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യാ ഇബാദി ലൗ അന്ന അവലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും കാനൂ അലാ അഫ്ജരി ഖൽബി റജുലിൻ വാഹിദിൻ മാ നഖസ ദാലിക മിൻ മുൽക്കി ഷൈഅ. അടിമകളെ, നിങ്ങൾ സർവ്വരും ഏറ്റവും വൃത്തികെട്ട ഹൃദയമുള്ള ഒരുത്തൻ്റെ അവസ്ഥയിലാണ്. ഇബ്ലീസിൻ്റെ ഹൃദയമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതെന്ന് വിചാരിക്കുക. എൻ്റെ അധികാരത്തിൽ അത് ഒരു കുറവ് വരുത്തുകയില്ല. നോക്കൂ, നിങ്ങൾ ആരാണ് റബ്ബ് എന്ന് നിങ്ങൾ ചിന്തിക്കൂ. നമ്മുടെ റബ്ബ് സുബ്ഹാനഹു വതആല ഇസ്ലാം പഠിപ്പിക്കുന്ന അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം അത്ഭുതപ്പെടുത്തുന്നതാണ്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എത്ര പഠിച്ചാലും അവസാനിക്കാത്ത, എത്ര പറഞ്ഞാലും അവസാനിക്കാത്ത വിജ്ഞാനമാണ് റബ്ബിനെ കുറിച്ചുള്ളത്. അവൻ ഖയ്യൂമാണ്, ഖായിം ബിദാത്തിഹി, അവൻ സ്വയം നിലനിൽക്കുന്നു, അവൻ ഒരാളുടെയും സഹായം ആവശ്യമില്ല. അൽ മുഖീമു ലിഗൈരിഹി, അവനാണ് അള്ളാഹുവിന് പുറമെയുള്ള സർവ്വതിനെയും നിലനിർത്തുന്നത്. അർശിനെ നിലനിർത്തുന്നത് ആരാണ്? അള്ളാഹുവാണ്. കുർസിയിനെ നിലനിർത്തുന്നത് ആരാണ്? അള്ളാഹുവാണ്. ആകാശഭൂമികളെ നിലനിർത്താൻ അള്ളാഹുവാണ്. അവനാണ് സർവ്വതിനെയും നിലനിർത്തുന്നത്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ അവനാകുന്നു ആകാശഭൂമികളെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അവനാകുന്നു അവയെ പിടിച്ചു നിർത്തി. അവനതിനെ പിടിച്ചു നിർത്തിയില്ലായിരുന്നു എങ്കിൽ ഇത് തകർന്നു പോകും, ഇത് കെട്ടുപൊട്ടിക്കുമായിരുന്നു. നോക്കൂ നിങ്ങൾ, പ്രപഞ്ചത്തിൻ്റെ ചലനം എത്ര വേഗതയിലാണ്. സൂര്യൻ ഉദിക്കുന്നു, ചന്ദ്രൻ ഉദിക്കുന്നു, നക്ഷത്രങ്ങൾ ഉദിച്ചുയരുന്നു, അസ്തമിക്കുന്നു. അള്ളാഹുവാണ് അവയെ നിയന്ത്രിക്കുന്നത്, അവനാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്. സുബ്ഹാനല്ലാഹ്.